ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പിന്നെ പരീക്ഷ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സ്റ്റഡീസും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പരീക്ഷ ഇനി നാളെയും കൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം രാവിലെ സ്കൂളിൽ പോകുന്നതിൻ്റെ ഓട്ടത്തിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ടേ ഉള്ളത്. ഇന്നത്തെ പരീക്ഷ ഒക്കെ കഴിഞ്ഞു. ഇനി നാളെയും പരീക്ഷ ഉണ്ട്. നാളെയാണ് ലാസ്റ്റ് പരീക്ഷ. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കുളിക്കണം. കുളിച്ചിട്ട് പിന്നെ നോമ്പായതുകൊണ്ട് തീറ്റയൊന്നുമില്ല കേട്ടോ. കുളിച്ചിട്ട് പഠിക്കാനിരിക്കണം, അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഡെയിലത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഗൈസ് സോറയുടെ യൂണിഫോം. അപ്പോൾ അവർക്ക് ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇയർ തൊട്ട് 3rd ഗ്രേഡ് തൊട്ട് വേറെ യൂണിഫോം ആട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ യൂണിഫോമിലൊക്കെ വരച്ചു. അപ്പോൾ പിന്നെ ഈ വർഷം തൊട്ട് ന്യൂ യൂണിഫോം ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം യൂണിഫോം മാറിയപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യൂണിഫോമിലൊക്കെ വരച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയും എണ്ണ ഇടുന്നുണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഹെയർ ഫോൾ ചെയ്യുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ ഇട്ട് വെച്ചു. പിന്നെ ഈ ഒരു എണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ പാരച്ചൂട്ടിൻ്റെ എണ്ണ സമ്പൂർണ്ണയുടെ ഈ ഒരു ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ മുഖത്ത് തേക്കാനുള്ള ഫേസ് പാക്ക്, ഈ ഫേസ് പാക്കൊക്കെ ഞാൻ അന്ന് ആഫ്റ്റർനൂൺ റുട്ടീൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് കാണിക്കുന്നു ഗൈസ്. നമ്മളപ്പോൾ ഫേസ് പാക്കൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ പോയി കുളിക്കും കേട്ടോ. പിന്നെ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു നേവി ബ്ലൂ സ്റ്റൈൽ പാൻസും പിന്നെ ജസ്റ്റ് ഒരു ടീഷർട്ടാണ് കേട്ടോ. വീട്ടിൽ നിൽക്കുമ്പോൾ സിമ്പിളായിട്ടാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് സമയമാണ് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പേ കുറച്ച് നേരം ഞാനിങ്ങനെ ഷോർട്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് ബ്രെയിൻ റോട്ട് വരാൻ വേണ്ടിയല്ല, ചുമ്മാ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സമയമാണ് കേട്ടോ. അതെനിക്ക് ഇങ്ങനെ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, നല്ല റിലാക്സിങ്ങും ആണ്. പിന്നെ നാളെ IT കമ്പ്യൂട്ടറാണ് കേട്ടോ. അപ്പോൾ അതിന് പിന്നെ ഇച്ചിരിയല്ലേ ഉള്ളൂ പഠിക്കാൻ, ഒരു 3 ചാപ്റ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു 2 മണിയാകുമ്പോഴത്തേക്കും പഠിക്കാം. ഇപ്പോൾ സമയം 1:30 അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം എന്താ പറയുക ഷോർട്സ് ഒക്കെ കാണാൻ പോവാണ്. സോ ഗൈസ് അപ്പോൾ സമയം 2 മണി ആവുന്നു. അപ്പോൾ നമുക്ക് ഇനി 2 മണി ആവാൻ ഇനിയും 5 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് ഇത്രയും ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇത് കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ, പഠിക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയ ഒരു 5 മണി ആകുമ്പോഴത്തേക്കും തീരും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ അധികം ബുക്സ് ഒന്നും ക്യാരി ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഈ ദിവസത്തെ പരീക്ഷയുടെ ബുക്കും പിന്നെ പിറ്റേ ദിവസത്തെ ബുക്കും അതൊക്കെ ഉള്ളൂ. പിന്നെ ഫുഡും ഇല്ല, നോമ്പായതുകൊണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പഠിച്ചൊക്കെ തുടങ്ങി കേട്ടോ ഗൈസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. അപ്പോൾ പിന്നെ അവിടെ പോയാലും നമുക്ക് ഒന്ന് നോക്കി പഠിക്കാമല്ലോ. പിന്നെ അല്ലാത്തതൊക്കെ ഇങ്ങനെ നല്ല ഉറക്കെ ഞാൻ വായിച്ച് പഠിക്കും കേട്ടോ. അങ്ങനെ പഠിച്ചാലേ എനിക്ക് തലയിൽ കയറത്തുള്ളൂ. നല്ല ഒച്ചത്തിൽ വായിച്ച് പഠിക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ പഠിച്ച് ഇപ്പോൾ പകുതിയോളം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റാണ് കേട്ടോ. സമയം ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റാണ്. ഇപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടയ്ക്കെടുത്ത് തിന്നാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ വേറെ ആയിട്ട് ഷോർട്സ് ഒന്നും കാണണ്ട, അതും ഇല്ല എന്നൊക്കെ വിചാരിച്ചപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഞാനിവിടെ കിടക്കുവാണ് കേട്ടോ ഗൈസ്. കുറച്ച് നേരം അടുക്കളയിലൊക്കെ പോയിരുന്നപ്പോൾ സൂറ ഓർബിറ്റ്സ് കൊണ്ടുവന്നു. പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നൊരു വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ കൂടി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള വെജിറ്റബിൾസും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. അപ്പോൾ ഈ റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ ഗൈസ്. വെജിറ്റബിൾ സ്പ്രിംഗ് റോളിൻ്റെ ക്യാരറ്റ്, ഗ്രീൻ പീസ്, ക്യാബേജ്, ഓണിയൻ അതെല്ലാം കൂടി ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് പെപ്പറും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉമ്മച്ച് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതാ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുള്ളത് കട്ട്ലേറ്റ് ആണ് കേട്ടോ. കട്ട്ലേറ്റ് നമ്മുടെ ബീഫ് കട്ട്ലേറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ സ്പ്രിംഗ് റോളും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ട് മുസമ്പി, ആപ്പിൾ, ഡേറ്റ്സ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രൂട്ട് സാലഡും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു, ഇതാ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. കുറച്ച് നേരം നമ്മുടെ ദിക്കർ ചൊല്ലലും പിന്നെ ഓതലും നിസ്കാരമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അത് ഞാൻ മുമ്പത്തെ മറ്റേ നോമ്പ് തുറക്കുന്ന വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാനുണ്ട് ഗായ്സ്. ഞാൻ ഭയങ്കര പാനറോയിഡാണ് കേട്ടോ ഇങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പഠിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് എവിടെയോ ഒരു ടെൻഷൻ. അപ്പോൾ പഠിക്കാനുണ്ട്. ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം റോബ്ലോക്സ് ഒക്കെ കളിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടായിരുന്നു ഓർബിറ്റ്സ് ഒക്കെ അതാ നല്ല വിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉണ്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വളരും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ ടൈം ആയി. ഇതാണ് കേട്ടോ നമ്മുടെ ഡിന്നർ. ഇത് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന മന്തി റൈസാണ്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും നമ്മുടെ ഡിന്നർ ഇതായിരിക്കും കേട്ടോ, റംദാൻ ടൈമിൽ. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെ എവിടെയും ചുമ്മാ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് കിടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ബെഡൊക്കെ വെച്ചിട്ട് ഇനി കിടക്കുന്ന പരിപാടിയുള്ളൂ. പിന്നെ എന്തായാലും ഞാനൊരു നൈറ്റ് റുട്ടീൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആയിരുന്നല്ലോ സ്കൂളിൽ, നാളെ ലാസ്റ്റ് ഡേ ആയിരുന്നു, ലാസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി കുറേ വീഡിയോസൊക്കെ എടുക്കാൻ ഇനി ടൈമുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.